ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ആപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് അവിലും എടുക്കുക, ഇനിയിപ്പോൾ വെള്ളവിലോ മട്ടവിലോ ഏത് അവിലാണെങ്കിലും എടുക്കാവുന്നതാണ്. അവിൽ നല്ല പോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അരിപ്പൊടി പറഞ്ഞാൽ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടി ആയിരിക്കണം, പുട്ടുപൊടി എടുക്കരുത് കേട്ടോ. നല്ല ഫൈനായിട്ടുള്ള നെയ്സ് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള അവിലുണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ അരിപ്പൊടിയും അവിലും നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും അവിലും നല്ല പോലെ മിക്സായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അവിലായതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുതിർന്ന് വെള്ളം പോരാത്ത പോലെ തോന്നും. ഒരുപാട് ലൂസായിട്ട് കലക്കിയെടുക്കരുത് കേട്ടോ. കുറച്ച് കട്ടിക്ക് വേണം കലക്കിയെടുക്കാനായിട്ട്. പിന്നെ കട്ടകളും തരികളൊന്നും ഇല്ലാതെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു കട്ടിയാണ് കേട്ടോ ഉണ്ടാവേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതേ നമ്മൾ അരിപ്പൊടി എടുത്ത ആ ഒരു കപ്പിന് 1 കപ്പ് അളവിൽ നല്ല പുളിച്ച മാവാണ് കേട്ടോ. നമ്മൾ ഇഡലിയും ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞാൽ അവസാനമായിട്ട് നല്ല പുളിച്ച മാവ് ഉണ്ടാവുമല്ലോ, അതാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇഡലിയും ദോശ മാവ് ബാക്കി വന്നു കഴിഞ്ഞാൽ അവസാനത്തെ കുറച്ച് മാവ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ പുളിച്ച മാവ് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ആപ്പം ചുട്ടെടുക്കാനായിട്ട് ഈസ്റ്റും ബേക്കിംഗ് സോഡയും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പുളിച്ച മാവ് ലേശം ചേർത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഒരു പുളിച്ച മാവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ചുട്ടെടുക്കാം. അപ്പോൾ ഇത് പുളിക്കാനായിട്ട് 8 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ തലേ ദിവസം ഇതുപോലെ സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ചുട്ടെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഞാൻ ആ ഒരു പാത്രത്തിൽ നിന്ന് ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ എങ്ങാനും ഒരുപാട് പുളിച്ച് പൊന്തി വന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ പുറത്തായിരിക്കും. അപ്പോൾ കുറച്ച് വലിയ പാത്രത്തിൽ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എവിടെയും പോവില്ല, അതിൻ്റെ ഉള്ളിൽ തന്നെ കുറച്ച് പൊന്തി നിൽക്കുമല്ലോ. അപ്പോൾ ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ തലേ ദിവസം തന്നെ ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ നാളെ ഇത് നല്ല പോലെ പതഞ്ഞ് പൊന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഒരുപാടിട്ട് ഇളക്കാൻ പാടില്ല കേട്ടോ. ഒന്ന് ഇളക്കി സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്കത് ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പൊക്കെ തലേ ദിവസം തന്നെ ചേർത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉപ്പും പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെക്കാം. ഇപ്പം നിങ്ങൾ പച്ചരിയും തേങ്ങയൊക്കെ ചേർത്തിട്ട് അരച്ച് വെക്കുന്ന സമയത്തും പച്ചരിയും തേങ്ങയും ചോറും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമ്മുടെ ഇതുപോലെ ഇഡലിയും ദോശൻ്റെ പുളിച്ച മാവുണ്ടല്ലോ, അത് കുറച്ച് ഒഴിച്ച് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മാവ് 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഇതിപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. കണ്ടില്ലേ, നല്ല പോലെ തന്നെ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരുപാടിട്ട് ഇളക്കരുത്. മാവൊന്ന് ഇളക്കിയിട്ട് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ചുട്ടെടുക്കാവുന്നതാണ്. വലിയ പാത്രം ആയതുകൊണ്ട് തന്നെ പൊന്തി പുറത്തേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. കണ്ടില്ല, നല്ല പോലെ പതഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ചുട്ടെടുക്കാം. ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ബബിൾസ് വരും. എന്നിട്ട് അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടച്ച് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ ആപ്പച്ചട്ടിയിൽ വേണമെങ്കിൽ അതിലും ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് തന്നെ ബബിൾസ് വന്ന് പൊട്ടും കേട്ടോ. ഇനിയിപ്പോൾ അത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ അടച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അതുപോലെ നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ പച്ചരിയൊന്നും ഇല്ലെങ്കിൽ അരിപ്പൊടി കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ആപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊന്ന് ആറിക്കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കണ്ടില്ലേ, എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ആപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ടേ ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു കറിയും കൂടെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ആപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ആകെ കുറച്ച് കടലേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനെ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ കുറച്ച് കടല കുക്കറിലേക്ക് കഴുകിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ക്യാരറ്റും, ചെറിയ ക്യാരറ്റാണ് കേട്ടോ. ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലപോലെ വേവിക്കാൻ വേണ്ടി വെക്കുക. ഉപ്പിട്ട് കൊടുക്കരുത് കേട്ടോ. ഉപ്പിടാതെ വേണം നമ്മളത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു 2 വിസിലിന് തന്നെ നല്ലപോലെ വെന്ത് വരും കേട്ടോ. ഇനി വേറൊരു പാനിലേക്ക് ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഒരു ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ തന്നെ എണ്ണയിൽ മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്
ഇതിനനുസരിച്ച് സവാള എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഈ സവാള നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴഞ്ഞു വന്ന സവാളയിലേക്ക് ഒരു 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഒരു തക്കാളിയും സവാളയും ഒക്കെ നല്ലപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ലേശം ഗരം മസാലപ്പൊടിയും. ഇനി ഇതെല്ലാതും കൂടെ നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങും കടലയും ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെന്ത് വന്ന ആ ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വേവിച്ചെടുത്ത കടലയുണ്ടല്ലോ അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ കടലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കടലയൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കടലക്കറി വെക്കാനായിട്ട് കടല പോരല്ലോ എന്ന് വിഷമിച്ചിട്ടൊന്നും ഇരിക്കണ്ട. കുറച്ച് കടലയുണ്ടെങ്കിൽ അതും കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കാം. കറി കഴുകിയിട്ടേ കുറച്ച് 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സംഭവം നല്ലപോലെ തിളച്ച് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരികയും കൂടെ ചെയ്യും. അപ്പോൾ കുറുക്ക ഒരുപാട് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പൊക്കെ പാകാണെന്ന് നോക്കാം. അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാലേ സംഭവം റെഡി കേട്ടോ. തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ കറിയാണ് കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പൂരിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ആപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ആപ്പും ഈ ഒരു കറിയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.